ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മലയാള സിനിമ ആകപ്പാടെ ഉലഞ്ഞു മറിഞ്ഞിരിക്കുമ്പോൾ പൊതുസമൂഹം മൊത്തത്തിൽ അല്ലെങ്കിൽ സിനിമാ ലോകം വീക്ഷിക്കുന്ന കേരള സമൂഹം മൊത്തത്തിൽ വീക്ഷിക്കുന്ന രണ്ട് പേരുണ്ട്. ഒന്ന് ശ്രീ മധു എന്ന് പറയുന്ന ഏറ്റവും പരിണിതപ്രജ്ഞനായി എന്നും ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ എവർഗ്രീൻ നായകനായിട്ട് മലയാള സിനിമയിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ സുബ്രഹ്മണ്യം തിയേറ്റേഴ്സിൻ്റെയും ഉദയ സ്റ്റുഡിയോയുടെയും കാലഘട്ടത്തിൽ തന്നെ മലയാള സിനിമയിൽ രംഗപ്രവേശം ചെയ്ത അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിനെ പോലുള്ളവരിൽ നിന്നും ഒരു പ്രതികരണം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഇതിനെ എങ്ങനെ വീക്ഷിച്ചിട്ട് ഏത് രീതിയിൽ ഇതിനൊരു സൊല്യൂഷൻ, ഇപ്പോഴത്തെ ഈ അമ്മ ഇങ്ങനെ ഡിസോൾവ് ചെയ്ത് അമ്മ ഇങ്ങനെ പിരിച്ചുവിട്ട് ആഡ്വോക്ക് കമ്മിറ്റിയിലേക്ക് പോവുകയും മൊത്തത്തിൽ സിനിമ നായികമാരെല്ലാം തന്നെ നായകന്മാർക്കെതിരെ ഈ ലൈംഗിക അപവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിന് എങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ളത് കൂടെ കാണുന്നുണ്ട്. കാരണം ഇന്ന് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതോടുകൂടി, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതോടുകൂടി മലയാള സിനിമ അസ്തമിച്ചു, മലയാള സിനിമ ഇനി ഉണ്ടാകില്ല എന്നുള്ള ആശങ്കകളെല്ലാം തന്നെ ദൂരീകരിക്കുന്നതിന് തലമുതിർന്ന നടൻ എന്നുള്ള നിലയ്ക്ക് ഇന്നും ആളുകൾ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ സിനിമാ ലോകവും പൊതുസമൂഹവും ബഹുമാനിക്കുന്ന ശ്രീ മധുവിനെ പോലുള്ള ഒരാളിൽ നിന്നും ഒരു അഭിപ്രായം യഥാർത്ഥത്തിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു സൊല്യൂഷൻ മുന്നോട്ട് വെച്ചാൽ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾക്ക് താല്പര്യമുണ്ട്, അറിയാൻ താല്പര്യമുണ്ട്. അതിലുപരി അതിനകത്ത് വേറൊരു പ്രശ്നമെന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ സ്ത്രീ പ്രാതിനിധ്യം, അമ്മ പോലുള്ള സംഘടനയിലെ സ്ത്രീ പ്രാതിനിധ്യം അത് ചിലപ്പോൾ മധുവിന് പോലുള്ള മുതിർന്ന കാരണവർക്ക് ചിലപ്പോൾ അതിനൊരു സൊല്യൂഷൻ ചിലപ്പോൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും. പക്ഷേ കോടികൾ മുടക്കി സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർമാരിൽ നിന്നും, അതുപോലെ ഏറ്റവും കൂടുതൽ സിനിമ എപ്പോഴും നമുക്ക് നായിക കേന്ദ്രീകൃതമായിട്ടുള്ള സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞ കാക്കുത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന് പറയുന്ന അതുപോലുള്ളൊരു സിനിമയോ, അതല്ലെങ്കിൽ അങ്ങനെ വളരെ ദേശാടന പക്ഷികൾ കരയാറില്ല എന്ന് പറഞ്ഞ സിനിമകളോ, അങ്ങനെയുള്ള പത്മരാജൻ്റെ സിനിമ, അങ്ങനെയുള്ള സിനിമകളോ പോലെ ഒന്ന് രണ്ട് സിനിമകൾ മാത്രമേ നായിക പ്രാധാന്യത്തിൽ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാം തന്നെ നായകൻ്റെ സാന്നിധ്യത്തിൽ, നായകൻ്റെ പരിവേഷത്തിലുള്ള സിനിമകൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഇവർ പറയുന്ന വിമൺ ഇൻ കളക്റ്റീവ് സിനിമ എന്ന് പറയുന്ന ഈ മൂവ്മെൻറ്റിൻ്റെ, ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ സ്ത്രീകളെല്ലാം സംഘടിച്ച് നിൽക്കുമ്പോൾ അവരെ എങ്ങനെ കോംപ്രമൈസ് ചെയ്യിക്കാം, അവർക്കെങ്ങനെ ഈ പാരിറ്റി വരുത്താം, അവരുടെ ശമ്പളത്തിലോ അവരുടെ വേതനത്തിലോ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ ഇതിൽ തുല്യത എങ്ങനെ ഉറപ്പുവരുത്താൻ ശ്രീ മധുവിനെ പോലുള്ള ഒരാൾ ഇടപെട്ടാൽ, അല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലിനെ പോലുള്ളവർ ഇടപെട്ടാൽ സാധിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ എപ്പോഴും നിലനിൽക്കും. കാരണം ഇതെല്ലാം തന്നെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം തന്നെ നായകന്മാരുടെ ഒപ്പമാണ്, പ്രൊഡ്യൂസേഴ്സ് എല്ലാം തന്നെ പുരുഷന്മാരാണ്. അപ്പോൾ അവർ നായകന്മാർക്ക് കൊടുക്കുന്ന വേതനത്തിനൊരു പാരിറ്റി വയ്ക്കുവാൻ അങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷന് പോലും അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നടത്താൻ പറ്റില്ല. ഇത് പൊതുസമൂഹത്തിൻ്റെ ഒരു താല്പര്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും സ്ത്രീകളുടെ ഒരു വിലാപമാണ്, ഒരു ആസക്തിയുടെ വിലാപമായിട്ട് അതങ്ങ് മാറുകയാണ്. കാരണം അവർക്ക് അർഹിക്കുന്ന റെമ്യൂണറേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രൊഡ്യൂസർമാരും മറ്റ് നായകന്മാരും ഒക്കെ പറയുന്നതെങ്കിലും, അവർക്ക് തുല്യമായ വേതനം സ്ത്രീകൾക്കും കൊടുക്കണം എന്നുള്ളത് പറയുവാൻ, അങ്ങനെ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യാൻ, അങ്ങനെ അത് കൃത്യമായി ആവശ്യപ്പെടാൻ സ്ത്രീകൾക്ക് കഴിയുമോ? വിമൺ ഇൻ കളക്റ്റീവ് എന്ന് പറയുന്ന ഈ മൂവ്മെൻറ്റിന് സാധിക്കുമോ എന്നുള്ളത് കൂടെ വലിയൊരു ചോദ്യചിഹ്നമാണ്. എങ്കിലും യഥാർത്ഥത്തിൽ ശ്രീ മധുവിനെ പോലുള്ള മുതിർന്ന നടൻ, മലയാള സിനിമയുടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കാരണവൻ, അദ്ദേഹത്തിനെ പോലുള്ള ഒരാളും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ തന്നെ മുന്നോട്ട് വന്നിട്ട് ഇതിന് ഒരു ശാശ്വത പരിഹാരം, ശരിക്കൊരു കോംപ്രമൈസ്, ഒരു സംഭവം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഈ വിവാദം ഇനിയും പുകഞ്ഞുകൊണ്ടിരിക്കും. ഇനിയും പല നടികളും, പല ജൂനിയർ ആർട്ടിസ്റ്റുകളും നടികളും ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് വിധേയരായി വേട്ടയാടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല നായകന്മാർക്കും പല നടന്മാർക്കും എതിരെ ഉണ്ടായേക്കും എന്നുള്ള ഒരു ഭയം ഇപ്പോഴും നിൽക്കുന്നു. എന്തായാലും സിനിമാ ലോകമായതുകൊണ്ട് അഭ്രവാളികളിൽ കാണുന്ന ഈ സിൽവർ സ്ക്രീനിലെ ഈ ഒരു തെളിച്ചത്തിന് മങ്ങലേൽക്കുന്ന ഒരു രീതിയിലേക്ക് മലയാള സിനിമ തകർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിനൊരു പരിഹാരം കാണുവാൻ മുതിർന്ന മുതിർന്ന നടന്മാർ, അല്ലെങ്കിൽ ഈ മലയാള സിനിമയെ ഇന്ന് നിയന്ത്രിക്കുന്ന മധുവും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ കൂടെ, അവരെ മുതിർന്ന നടന്മാരാണ്, മുതിർന്ന നടന്മാരും മാത്രമല്ല മലയാള സിനിമയെ നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ളവരുമാണ്. അവർക്ക് ഈ ഒരു സ്റ്റേക്കുണ്ട്. അവർ പറഞ്ഞാൽ കേൾക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണ് അമ്മ എന്നുള്ള നിലയ്ക്ക്. അമ്മയിൽ ഈ പറഞ്ഞ വിമൺ ഇൻ കളക്റ്റീവ് സിനിമ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ആവശ്യപ്പെടുന്ന ഡിമാൻഡുകളിൽ ഏതെങ്കിലുമൊക്കെ സാധിച്ചു കൊടുത്തുകൊണ്ട് സ്ത്രീ പ്രാധാന്യം, പ്രധാനമായിട്ട് സ്ത്രീ പ്രാതിനിധ്യം അമ്മയിലേക്ക്, അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാക്കുക. പിന്നെ അവർ പറയുന്ന ചൂഷണങ്ങൾ
അവർക്ക് പറയുന്ന ഫെസിലിറ്റീസ്, അവരുടെ സെറ്റിലൊക്കെ വേണ്ട ഫെസിലിറ്റീസ്, അത്തരം കാര്യങ്ങൾക്കൊരു ധാരണ. രണ്ടാമത് അവർക്ക് തുല്യവേതനം. ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് അമ്മയെ ആ ഒരു രീതിയിലേക്ക് അനുനയിപ്പിക്കുക. വിമൻ ഇൻ കളക്റ്റീവ് സിനിമ എന്ന് പറയുന്ന മൂവ്മെൻറ്റുമായിട്ട്, സ്ത്രീകളുടെ സിനിമയുടെ ഈ കൂട്ടായ്മയുമായിട്ട് അമ്മയെ ലയിപ്പിച്ച് അതിനെ ഒരു ഒരു ഫോർമുലയിൽ, ഒരു ധാരണയിൽ കൊണ്ടുപോകുവാൻ ശ്രീ മധുവും മോഹൻലാലും മമ്മൂട്ടിയും പോലുള്ള മുതിർന്ന നടന്മാർക്കും, അല്ലെങ്കിൽ ഈ സിനിമ മലയാള സിനിമ നിയന്ത്രിക്കുന്ന എന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ അവരിൽ നിയന്ത്രിതമായി പോകുന്ന അമ്മയെ പോലുള്ള ഒരു സംഘടനയെ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അവർ അങ്ങനെ മുന്നോട്ട് വന്ന് ഇത് ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ അമ്മയിലുള്ള പോരായ്മകൾ പരിഹരിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്.